എല്ലാവർക്കും നമസ്കാരം. ഇപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മളുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും നിന്നിരുന്ന ഒരു ചെടിയുണ്ട്. ഇപ്പം അത് എല്ലാ വീട്ടിലും ഒന്നുമില്ല, എന്നാലും ചിലയിടത്തൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ വീട്ടിൽ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങളെ ഞാൻ എന്തായി കാണിക്കാനായിട്ട് പോവാം. കണ്ടോ, പെട്ടെന്ന് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നും റംബൂട്ടാനാണോ എന്ന്. പക്ഷേ റംബൂട്ടാനൊന്നും അല്ല. ഇതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സിന്ദൂർ ചെടി. ഇതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുങ്കുമപ്പൂ ചെടി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടേ, ഞാൻ കാണിച്ചു തരാം. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു ചെടി ഏത് വീട്ടിൽ ചെല്ലുമ്പോഴും ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ തുറന്നതേണ്ട കണ്ടോ. അപ്പം ഞങ്ങളുടെ പെൺകുട്ടികളുടെയൊക്കെ ഒരു പ്രധാന ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി കണ്ടോ, ഈ അരി ഇങ്ങനെ കയ്യിൽ സിന്ദൂരം കണ്ടില്ലേ. എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ മൈലാഞ്ചി പോലെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യും. അതേ കണക്ക് ലിപ്സ്റ്റിക്ക് ഇടും. സത്യം പറയാമല്ലോ, അന്നത്തെയൊക്കെ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളിങ്ങനെ ചുണ്ടയിലൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ട് നടക്കും. പിന്നെ സിന്ദൂരമായിട്ടിടും കയ്യിൽ, ഇതെല്ലാം ആയിട്ടുള്ള. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതറിയത്തില്ല കേട്ടോ. നമ്മളിതിനെ കുങ്കുമച്ചെടി എന്നൊക്കെ പറയുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പേര് അച്ചിയൊട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെറും നിസ്സാരമായിട്ട് കാണും. കുങ്കുമച്ചെടി നിൽക്കുന്ന അത്ര വലിയ ഇതൊന്നുമല്ല. പക്ഷേ പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ ഫുഡ് കളറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. അത് മാത്രമല്ല കോസ്മെറ്റിക്സ് ഐറ്റംസിനും ഇത് കളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം നിസ്സാരമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ, ഇവിടെ മോമാരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, ഇവിടെ ദൂരെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഇപ്പം ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. കുറച്ചൊക്കെ ഉള്ളു, എല്ലാം കരിഞ്ഞ് ഇതൊക്കെ ആയിപ്പോയി. അപ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പിടിച്ച് കിടക്കുന്നു, അയ്യോ ഇത് ഇഷ്ടംപോലെ റംബൂട്ടാൻ പിടിച്ച് കിടക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അറിയത്തില്ല. അടുത്ത് വന്ന് കഴിയുമ്പോഴാണ് ഈ സംഭവം, അപ്പോഴാണ് പിള്ളേരൊക്കെ ഇത് എന്തുവാണെന്നൊക്കെ ഇങ്ങനെ അറിയുന്നത്. പലർക്കും അറിയത്തില്ല. ഇത് കണ്ടോ, ഇതിപ്പം ഇതിനകത്ത് നിന്ന് ഉണങ്ങി അത് പൊട്ടി തുറന്ന് അതിനകത്ത് ഇത് വിത്തിരിക്കുന്നുണ്ടോ. പക്ഷേ നമുക്കിത് വിത്ത് ഇതിൻ്റെ എടുത്ത് കിളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ ഈ ഒരു പരുവത്തിൽ തന്നെ ഇതെടുത്തിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും കവറിലോ എവിടെയെങ്കിലും ഇട്ട് കിളിപ്പിച്ചാൽ നല്ലപോലെ കിളിക്കും. പക്ഷേ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് തന്നെ പൊഴിഞ്ഞ് വീണ് ഇവിടെ താഴെ കിടന്ന് അങ്ങനെ അത്രയും കൂടുതൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അധികം കിളിക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവിടെ എല്ലാം വീണ് കിടപ്പുണ്ടെങ്കിൽ ഒരു 10-20 തയ്യേ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതല്ലാതെ നമ്മൾ തന്നെ ഇതിനകത്തുനിന്ന് ഇത് എല്ലാത്തിനകത്തും ഉണ്ട്. കണ്ടില്ല, ഇങ്ങനെ എടുത്താൽ ഇതിപ്പോൾ കറക്റ്റ് വിത്തായിട്ടിരിക്കുന്ന ആ ഒരിതാണ്. അപ്പം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കുങ്കുമപ്പൂ എന്തോത്തിന് വേണം, അദ്ദേഹത്തൊക്കെ കളറാവും എന്നും പറഞ്ഞ് നമ്മൾ കളയുന്ന സാധനങ്ങൾ ഓരോ സ്ഥലത്തും ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇതാണ്. ഇതിനെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു പൂവിൻ്റെ ആണോ എന്തോ ഒരു നല്ല ഒരു മണമാണ്. അതേപോലെ തന്നെ നമ്മളെ രാജ്യത്ത് കർണാടകയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. അതായത് നാച്ചുറൽ ഫുഡ് കളറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല പോലെ ഇതിന് ഭയങ്കര അവിടെ നല്ല രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ കുറേ നാളിന് മുമ്പ് ഇവിടെ നമ്മൾ അടുത്തുള്ള നേഴ്സറിയിലൊക്കെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൈ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇതിന് ഭയങ്കര ഡിമാൻഡായി. ഇപ്പം പലരും വന്ന് ഇത് തിരക്കി മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതേ കണക്ക് ഇവിടെ ഉള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഉണ്ടോ. അപ്പോൾ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവർ വിത്താണ് ചോദിച്ചത്. പക്ഷേ നമുക്കങ്ങനെ വിത്തായിട്ട് അങ്ങനെ കൊടുക്കാനില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേ കണക്ക് ഒത്തിരിയൊന്നുമില്ല, കുറച്ചൊക്കെ തയ്യാക്കിയൊക്കെ നമ്മളും കൊടുത്ത്. അപ്പോഴേ എവിടെയെങ്കിലുമൊക്കെ ഇത് നഴ്സറികളിൽ കാണുന്നെങ്കിൽ മേടിച്ച് ഇപ്പോഴേ വെച്ച് നോക്കണം, നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ അവർക്കൊരു രസമായിരിക്കും. ഇവിടെ ഇപ്പോൾ കൺമണിക്ക് നല്ല രസം. ഇത് പൂത്ത് കഴിഞ്ഞാൽ കൺമണി ഓരോ ദിവസവും വന്ന് ഇത് പിച്ചിക്കൊണ്ടുപോയി കൺമണിയും കൂട്ടുകാരും കൂടെ ഭയങ്കര കളിയാണ് ഇത് വെച്ച് പൊട്ടടിയിലും. അപ്പം ഞാനും പഴയ എൻ്റെ ആ ഒരു നൊസ്റ്റുലോട്ടൊക്കെ മുന്നോട്ട് പോയി.